പാമ്പ് പിടുത്തം അപകടം വരുത്തുന്നതാണ്. വാവാ സുരേഷിന്റെ ഈ പ്രോഗ്രാം കണ്ടിട്ടാരും പാമ്പ് പിടിക്കാൻ ശ്രമിക്കരുത്, അനുകരിക്കരുത്. അങ്ങനെ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ഞങ്ങൾ അതിന് ഉത്തരവാദികളെയല്ല. നമസ്കാരം, സ്നേക്ക് മാസ്റ്ററിലേക്ക് ഏവർക്കും സ്വാഗതം. എന്തായാലും നമ്മുടെ ഇന്നത്തെ ദിവസം ഒരുപാട് കോളുകൾ വെയിറ്റിങ്ങിലാണ്. എന്തായാലും ആദ്യത്തെ കോള് തിരുവനന്തപുരം ജില്ലയിൽ ആനേറ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ ഒരു വീട്ടിൻ്റെ ആവശ്യമായ ഒരു കുഴി എടുത്തപ്പോൾ അവിടെ കുറച്ച് മുട്ടയും കുഞ്ഞുങ്ങളുമൊക്കെ കണ്ടു എന്ന് പറഞ്ഞു. നമുക്കെന്തായാലും അവിടെ അധികം കഷ്ടപ്പെടേണ്ടതില്ല, കാരണം അവർ ആ കിട്ടിയ മുട്ടയും കിട്ടിയ കുഞ്ഞുങ്ങളെയൊക്കെ ഒരു ബോട്ടിലാക്കി എന്നാണ് പറയുന്നത്. എന്തായാലും അത് ഇവർ പറഞ്ഞത് മുറുക്കൻ മുട്ടയിട്ട് കിടക്കുന്നു എന്നൊക്കെയാണ് ആൾക്കാർ അവരെ പറഞ്ഞ് പേടിപ്പിച്ചത്. എന്തായാലും ഇപ്പോൾ മുട്ടയിടുന്ന പാമ്പുകൾ ചേരവർഗം മാത്രമാണ്. അപ്പോൾ നമുക്ക് എന്തായാലും സമയം കളയേണ്ട, നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി നമ്മുടെ പ്രോഗ്രാമിലൂടെ നമുക്ക് ആ അതിഥിയും ആ മുട്ടകളും ആരുടേതാണെന്ന് നമുക്ക് നോക്കാം. ആ സ്ഥലത്തേക്ക് യാത്ര ചെയ്യാം. എന്തായാലും നമ്മൾ ഈ സ്ഥലത്തെത്തി. ഞാൻ ഇവർ വിളിച്ചപ്പോഴേ പറഞ്ഞു അത് ചേരക്കുഞ്ഞാണെന്ന്. പക്ഷേ അവർ ഒരു സമാധാനവും തന്നില്ല. അവർ പറഞ്ഞത് വലിയ പാമ്പുകൾ, മൂർഖൻ പാമ്പ് മുട്ടയിട്ടിരിക്കുന്നു എന്നാണ്. ഞാൻ വിളിച്ചപ്പോഴേ പറഞ്ഞു ഇപ്പോൾ മൂർഖൻ പാമ്പ് മുട്ടയിടുന്ന സമയമല്ല. മൂർഖൻ പാമ്പ് നവംബർ ഡിസംബർ മാസങ്ങളിൽ ഇണചേർന്ന് ജനുവരി ഫെബ്രുവരി മുട്ടയിട്ട് മാർച്ച് ഏപ്രിൽ മാത്രമേ മൂർഖൻ പാമ്പിന് മുട്ട വിരിയുള്ളൂ എന്ന് പറഞ്ഞു. എന്നാൽ നമ്മൾ വന്നു, സ്ഥലത്തെത്തി. ഇവർ വെള്ളത്തിൽ കുറേ മുട്ടയുടെ ഭാഗം എടുത്തിട്ടിട്ടുണ്ട്. പക്ഷേ അത് മുട്ടയല്ല, അത് മുട്ട വിരിഞ്ഞു പോയ തൊലിയുടെ ആ മുട്ടയുടെ വേസ്റ്റാണ്. കുഞ്ഞുങ്ങൾ പുറത്തേക്ക് പോയി കഴിഞ്ഞതാണ്, അതിൻ്റെ വേസ്റ്റാണ് പുറത്തേക്ക് ഇട്ടിരിക്കുന്നത്. ചേരയുടെ മുട്ട മാത്രമേ നമ്മുടെ വീടിൻ്റെ പരിസരത്ത് ഇത്രയും നീളത്തിൽ 2 ഇഞ്ചോളം നീളത്തിൽ മുട്ട നിക്ഷേപിക്കുന്ന പാമ്പുവർഗം ചേരകൾ മാത്രമാണ്. ഓരോ പാമ്പുകൾക്കും മുട്ടയുടെ സൈസ്, പെരുമ്പാമ്പിന് വലിയ മുട്ടയാണ്, രാജവമ്പലയ്ക്ക് വലിയ മുട്ടയാണ്, ചേരയ്ക്ക് നീളമുള്ള വെള്ള മുട്ടയാണ്, മൂർഖൻ പാമ്പിന് അല്പം ചക്കക്കുരുവിൻ്റെ അത്രയും മാത്രമേ വലിപ്പം ഉണ്ടാവൂ മുട്ടയ്ക്ക്. അത് കഴിഞ്ഞാൽ നീർക്കുലിയുടെ മുട്ട, മുന്തിരിയുടെ, നമ്മളെ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഗ്രേപ്സ് അഥവാ മുന്തിരിയുടെ വലിപ്പമേ ഉണ്ടാവുള്ളൂ നീർക്കുലിയുടെ മുട്ടയ്ക്ക്. അങ്ങനെ ഇത് ചേരയുടെ മുട്ട. ഏകദേശം 20ഓളം മുട്ടകൾ ഉണ്ടാകാം. ഇതിലിപ്പോൾ 2, 4, 6, 7 മുട്ടയുടെ കുഞ്ഞുങ്ങൾ തൊലി മാത്രമേ ഉള്ളൂ. ബാക്കി ചിലപ്പോൾ ആ കുഴി എടുത്തപ്പോഴത്തേക്ക് ആ മാളത്തിനകത്ത് ചിലപ്പോൾ ബാക്കി മുട്ട ഉണ്ടാവാം, ചിലപ്പോൾ ബാക്കി തൊലി ഉണ്ടാവും, ചിലപ്പോൾ കുറേ കുഞ്ഞുങ്ങൾ പുറത്തേക്ക് പോയിരിക്കാം. എന്തായാലും ഈ മുട്ടയുടെ തൊലി നമ്മൾ താഴേക്ക് ഇടുന്നു. ഇനി ഇവർ കുറച്ച് കുഞ്ഞുങ്ങളെ ബോട്ടിലാക്കി വെച്ചിരിക്കുകയാണ്. അത് മൂന്ന് കുഞ്ഞുങ്ങൾ ചേര കാണാൻ നമുക്ക് കടിക്കുന്നു. ചെറിയ മഞ്ഞ കളർ കണ്ണ്, പുറത്തേക്ക് തള്ളി നിൽക്കുന്ന വലിയ കണ്ണ് കണ്ടാൽ അപ്പോഴേ നമ്മൾ വിചാരിക്കുക അത് ചേരയാണ്. അതുപോലെ ചേര കുഞ്ഞ് വിരിയുമ്പോൾ ശരീരത്തിൽ ഇതുപോലെ വെള്ള മാർക്കുകൾ ഇതുപോലെയൊക്കെ ഉണ്ടാകും. പക്ഷേ ഒന്നും വേണ്ട, വാലിൻ്റെ നീളം നോക്കുക. വാല് നല്ല ഷാർപ്പായിട്ടുള്ള വാലിൻ്റെ അഗ്രം കൂർത്ത അഗ്രമാണെങ്കിലും വാലിൻ്റെ ഇവിടെയൊക്കെ നല്ല കറുത്ത കളർ വരുന്ന ചേരകൾക്ക് മാത്രമാണ് എന്നിവിടെ അറിഞ്ഞു വെക്കുക. അതുപോലെ നമ്മളെപ്പോഴും മലയാളികൾ അറിയേണ്ടത് നവംബർ ഡിസംബറിൽ മാത്രമേ മൂർഖൻ പാമ്പുകൾ ഇണചേരുള്ളൂ, ജനുവരി ഫെബ്രുവരി മുട്ടയിടുള്ളൂ എന്ന് പറഞ്ഞു. ഈ സമയത്ത് ഈ കാലഘട്ടങ്ങളിലൊക്കെ മുട്ടയിടുന്ന ചേരയും അങ്ങനെ വനമില്ലാത്ത പാമ്പുകളാണെന്ന് അറിഞ്ഞു വെക്കുക. എന്തായാലും നമുക്ക് ഈ അതിഥികളെ നമ്മൾ ബോട്ടിലാക്കിയിട്ട് നമുക്ക് അടുത്ത് ഇനിയും ഒരുപാട് പേര് ആ ഭാഗത്ത് കണ്ടു എന്നാണ് അവർ പറഞ്ഞത്. നമുക്കെന്തായാലും നോക്കാം അവർ പറഞ്ഞ ആ സ്ഥലത്ത് ബാക്കി അതിഥികൾ ഉണ്ടോ എന്ന്. നമുക്ക് ആ സ്ഥലത്തേക്കൊന്ന് പോകാം.
ഇപ്പം നമ്മൾ കണ്ട് 3 ചേരക്കുഞ്ഞുങ്ങളും 7 മുട്ട വിരിഞ്ഞപ്പോഴതിൻ്റെ വേസ്റ്റും. പക്ഷേ ബാക്കി കുഞ്ഞുങ്ങളൊക്കെ എനിക്ക് തോന്നുന്നത് ഒരു മണ്ണ് വെട്ടി ഈ മണ്ണെടുത്ത് ബേസ്മെൻറ്റ് ഫില്ല് ചെയ്യാനായിട്ട് എടുത്തപ്പോൾ അതിനകത്ത് മിക്കവാറും മൺമട്ടി കൊണ്ട് മരിച്ചു കാണാം. അതല്ലെങ്കിൽ ഇവരെ ശ്രദ്ധയിൽപ്പെടാത്തതിന്. കാരണം മുറുക്കൻ പാമ്പുകൾ 40 കൂടുതൽ മുട്ടകളിടുകയും ചേരകൾ 14 മുതൽ 30ഓളം മുട്ടകളിടുകയും ചെയ്യുന്നൊരു പ്രത്യേകത കാണും. ഇതിപ്പോൾ വലിയ മുട്ടയാണ്, അപ്പോൾ നല്ല ആരോഗ്യമുള്ള വലിയ ചേര. അപ്പോൾ എനിക്ക് തോന്നുന്നു 20 കൂടുതൽ മുട്ടകൾ നിക്ഷേപിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇവർ പറഞ്ഞത്, ഇവിടെ നമ്മുടെ മലയാളികളല്ല, ബംഗാളിൽ നിന്ന് വന്ന സുഹൃത്തുക്കളാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ അവർ പറഞ്ഞത് ഇവിടെ ബാക്കി കണ്ടു എന്നാണ് പറഞ്ഞത്. അവർ മണ്ണൊക്കെ ഇട്ട്, പക്ഷേ ഇവിടെ അങ്ങനെ ഒരു ലക്ഷണം കാണുന്നില്ല. കാരണം നല്ല ഉറച്ച മണ്ണാണ്, ഇവിടെ ചെറിയ മാളമൊന്നും കാണാൻ സാധ്യതയില്ല. അപ്പോൾ ഇവർ തൂമ്പ കൊണ്ടെങ്കിലും മൺവെട്ടി കൊണ്ട് മണ്ണ് മാറ്റി കൊട്ടയിലേക്ക് മണ്ണെടുത്ത് കൊണ്ടിടുമ്പോൾ അതിൽ കൂടി പോയി ആ ഭാഗത്ത് കൊണ്ട് മിക്കവാറും അത് മരണപ്പെട്ടിരിക്കാം. ചിലപ്പോൾ മുട്ട വിരിഞ്ഞ കുഞ്ഞുങ്ങൾ ചിലപ്പോൾ ഇന്നലെ തന്നെ ഈ നമ്മുടെ ഭൂമിയിൽ കണ്ണ് തുറന്ന് പ്രസവിക്കുന്ന ഒരു ജീവിയുണ്ട്. അത് നമ്മുടെയൊക്കെ വീട്ടിൽ വളർന്ന ഗിനി എന്ന് പറയുന്ന ഗിനി പിഗ് എന്ന് പറയുന്ന ആ ഒരു ജീവിയാണ്. പ്രസവിക്കുമ്പോഴേ ഭക്ഷണം കഴിക്കുന്ന ജീവിയാണ്. അത് നമ്മുടെ ആരും ശ്രദ്ധയിൽപ്പെടാത്തത് കൊണ്ടാണ്. പ്രസവിച്ചാൽ ഉടനെ പോയിട്ട് പുല്ല് കഴിക്കുന്ന ഒരു ജീവിയാണ് ഗിനി എന്ന് പറയുന്നത്, ഗിനി പിഗ് എന്ന് പറയുന്ന സാധനം. അതുപോലെ പാമ്പ് വർഗ്ഗത്തിന് ഒരു പ്രത്യേക മുട്ട വിരിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഇറങ്ങിപ്പോകുന്നൊരു പ്രവണതയും പാമ്പ് വർഗ്ഗങ്ങളിൽ കാണുന്നു. അപ്പോൾ ഈ മുട്ട വിരിഞ്ഞപ്പോൾ ചേരുടെ കുഞ്ഞുങ്ങൾ ഇറങ്ങിപ്പോയിരിക്കാം. ഇവിടെ ഇരുന്ന 3 കുഞ്ഞുങ്ങളെ അവർക്ക് കിട്ടുകയോ ബാക്കിയുള്ളവരെ കശാപ്പ് ചെയ്യുകയോ ചെയ്തിരിക്കാം. എന്തായാലും നമ്മൾ ഇവിടെ ഇവർ ഭയപ്പെടേണ്ടതില്ല. നമുക്ക് ഈ ഭാഗത്ത് ചേരക്കുഞ്ഞിനെയാണ് കണ്ടത്. അതുകൊണ്ട് ഇവിടുത്തെ വീട്ടിലെ ഓണറെ ഇനി വിളിച്ച് ഇവിടുന്ന് വരുന്ന ആൾക്കാർ പറഞ്ഞ് പേടിപ്പിക്കാതിരുന്നാൽ മാത്രം മതി. ഇനി വരുന്ന ആൾക്കാർ പറയും അതിന് 2 പത്തി ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു കൊടുക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു കഥ പറയാതിരിക്കട്ടെ. ഇവിടെ ഇപ്പോൾ മുട്ട വിരിയുന്ന, നമ്മുടെ കേരളത്തിൽ മുട്ട വിരിയുന്നത് ചേരകളുടെയും നീർക്കോലിയുടെയും ഒക്കെ മുട്ട, കാട്ടുപാമ്പിൻ്റെയൊക്കെ മുട്ട വിരിയുന്ന സമയമുണ്ട്. ഇത് ഒന്നും വെനമസ് അല്ല, ഭയപ്പെടേണ്ടതില്ല. ഇനി ധൈര്യമായിട്ട് ഈ വീട്ടിൻ്റെ ഓണർ ചേട്ടൻ ഇവിടുത്തെ പണിക്കാരെ കൊണ്ട് പണിയിപ്പിക്കട്ടെ. ഇനി കഥ പറയാനായി വരുന്ന ആൾക്കാർ പറയുന്ന കഥകൾ കേട്ട് വിശ്വസിച്ച് അതിൻ്റെ പിറകെ പോകാതിരിക്കട്ടെ. ഇത് ചേരയാണെന്ന് ഉറപ്പിക്കാൻ അദ്ദേഹത്തിന് നല്ല മനസ്സുണ്ടാവട്ടെ. എന്തായാലും സ്നേക് മാസ്റ്റർ ടീമിൻ്റെ യാത്ര ഇപ്പോൾ എത്തി നിൽക്കുന്നത് പെരുമാത്ര എന്ന് പറഞ്ഞ സ്ഥലത്തിനടുത്താണ്. മാടൻനട എന്നുള്ള സ്ഥലം. കഴിഞ്ഞ ആഴ്ച മാടൻവിള എന്നുള്ള സ്ഥലം. കഴിഞ്ഞ ആഴ്ച ഞാനിവിടെ ഒരു വീട്ടിലൊരു വലയക്കുരുങ്ങി അണലി എടുക്കാൻ വന്നിരുന്നു. ഇത് ഒരു കിണറ്റിൽ ഒരു അതിഥി, അത് അണലി എന്നുള്ളവർ പറയുന്നത്. എന്തായാലും നമുക്ക് സമയം കളയാനില്ല, കാരണം ഒരുപാട് കോളുകൾ വെയിറ്റിങ്ങിലുണ്ട്. നമുക്ക് എന്തായാലും നമ്മുടെ ഈ പ്രിയ സഹോദരന്മാർ പറഞ്ഞ സ്ഥലത്ത് നമ്മളെത്തി. നമുക്ക് ആ അതിഥി കിടക്കുന്ന അല്ലെങ്കിൽ അതിഥി ഇരിക്കുന്ന ആ സ്ഥലത്തേക്ക് പോകാൻ കിണറാണ്. സമയം കളയാനില്ല. നമുക്ക് എന്തായാലും അധികം ആഴം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. കാരണം സാധാരണ എനിക്ക് കിട്ടുന്ന കിണറിലെ 8ൻ്റെ പണികളാണ്, 24ൻ്റെ പണികളാണ്. അപ്പോൾ 50, 60, 100 അടിയുള്ള കിണറുകളാണ്. ഇത് എന്തായാലും ഈ കായലിങ്ങനെ അടുത്ത് കിടക്കുന്നതുകൊണ്ട് മിക്കവാറും ഒരു 5, 6, 10 അടിക്കകത്തുള്ള ആഴമേ കാണാൻ സാധ്യത. നമുക്ക് എന്തായാലും സമയം കളയാൻ നമുക്ക് ആ സ്ഥലത്തേക്ക് യാത്രയാവാം. എന്തായാലും വിവാദ വിഷയമായ കിണറ്റിനടുത്ത് നമ്മളെത്തി. ഇത് ആളൊഴിഞ്ഞ പറമ്പാണ്, താമസമുള്ള സ്ഥലമൊന്നുമല്ല. ഇവിടെ ചെറുപ്പക്കാരെന്തോ ആവശ്യത്തിന് വന്നപ്പോഴാണ് ഈ അതിഥി ഇതിനകത്ത് കിടന്ന് തുടിക്കുന്നത് കണ്ടത്. എന്തായാലും നമ്മുടെ അവർ പറഞ്ഞതുപോലെ തന്നെ വളരെ വ്യത്യസ്തനായ അതിഥിയൊന്നുമല്ല. ഒരു ചെറിയ 3 വയസ്സ് മാത്രം പ്രായം വരുന്ന റസൽസ് വൈപ്പർ അഥവാ ചേനത്തണ്ടൻ അഥവാ അണലി എന്നറിയപ്പെടുന്ന രക്തയണലി എന്ന് നമ്മൾ മലയാളികൾ പറയുന്ന രക്തയണലി എന്നൊരു പാമ്പ് ഇന്ന് ഭൂമിയിൽ ജനിച്ചിട്ടില്ല എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. രക്തയണലി എന്നൊരു പാമ്പ് ഇല്ല. രക്തധമനികളെ ബാധിക്കുന്ന ഔഷധം കടിക്കുന്ന പാമ്പ് എന്നാണ് അറിയപ്പെടുന്നത്. എന്തായാലും ഈ 3 വയസ്സോളം മാത്രം പ്രായമുള്ള കുഞ്ഞൻ അണലിയെ നമുക്കൊന്ന് താഴെ നിന്ന് ഉയർത്തിയെടുക്കാം. നമ്മുടെ പ്രേക്ഷകർക്കും ഇവിടെ കൂടി നിൽക്കുന്ന നമ്മുടെ പ്രിയ സഹോദരി സഹോദരന്മാർക്കും ഒക്കെ അതിനൊന്ന് കാണാം. നമുക്ക് അതിഥിയെ ഒരു തോട്ടി ഉപയോഗിച്ച് ഉയർത്തിയെടുക്കാം. ഇതാണ് കുഞ്ഞൻ അതിഥി, ചെറിയൊരണലി. എന്തായാലും നമുക്ക് ഇദ്ദേഹം ഫീമെയിൽ
പെണ്ണാണ്. ഇദ്ദേഹത്തിൻ്റെ ശരീരം കണ്ടാൽ അറിയാം. ഇദ്ദേഹത്തിന് അതുപോലെ തന്നെ വാലിന് നീളം കുറവാണ്. ഇത് ആണ് നമ്മുടെ വാലിൻ്റെ നീളം കുറവ്, അണലിയാണ്. മറ്റൊരു പ്രത്യേകത, ഇന്ന് നമ്മുടെ 10ാം മാസം കഴിയുകയാണ്. ഈ വർഷത്തിൽ 11ാം മാസം, അതായത് നവംബർ തുടങ്ങുകയാണ്. നവംബർ മാസം തുടങ്ങുമ്പോൾ അണലിയും മൂർഖനുമൊക്കെ ഇണചേരുന്ന സമയമാണ്. അതുകൊണ്ട് ഇവർ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി തുടങ്ങിയതാണ്. എന്തായാലും നമ്മുടെ ഈ അതിഥിയെ നമുക്ക് ഏറ്റവും വലിയ അപകടകാരി എന്നറിയപ്പെടുന്ന, എങ്ങനെ വേണമെങ്കിലും ഏത് ഡയറക്ഷനിൽ വേണമെങ്കിലും കടിക്കാനുള്ളൊരു കഴിവാണ് ഇദ്ദേഹത്തിനുള്ളത്. എന്തായാലും ഈ അതിഥിയെ നമ്മൾ അധികം വെച്ച് കളിക്കുന്നില്ല. ഈ അതിഥിയെ നമ്മൾ പരിചയപ്പെടുത്തി. ഫീമെയിൽ പെണ്ണണലി, 3 വയസ്സ് പ്രായമുള്ള, ഏകദേശം 1 മീറ്ററിനടുത്ത് മാത്രം പ്രായമുള്ള പെണ്ണണലിയാണ്. ഇദ്ദേഹത്തിനെ നമ്മൾ സമയം കളയാതെ ജാറിലാക്കി അടുത്ത സ്ഥലത്തേക്ക് യാത്രയാവാൻ പോകുന്നു. കാരണം ഒരുപാട് കോളുകൾ നമുക്ക് വെയിറ്റിങ്ങിലുണ്ട്. ഈ കിണറിനകത്ത് ഈ പാമ്പ് വന്ന് പെടാൻ തന്നെ കാരണം ഈ കിണർ തറമട്ടം കിടക്കുന്നത് കൊണ്ടാണ്. എഴഞ്ഞു വന്നപ്പോൾ അറിയാതെ അകത്തേക്ക് പോയതാണ്. എന്തായാലും ഇനിയും ഇതുപോലെ പല അതിഥികളെയും ഈ കിണറ്റിൽ നിന്ന് കിട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട്. എന്തായാലും നമ്മുടെ ഈ അതിഥിയെ നമ്മൾ അധികം വെച്ച് കളിക്കുന്നില്ല. ഈ കുഞ്ഞൻ അതിഥിയെ നമ്മൾ ബോട്ടിലാക്കുന്നു. ഇതിനെ വെച്ച് കളിക്കുന്നത് അപകടമാണ്. ഏത് സൈഡിലേക്ക് വേണമെങ്കിലും അദ്ദേഹത്തിന് കടിയേൽക്കാം. അതുപോലെ ഇപ്പോൾ അടുത്ത മാസം അങ്ങോട്ട് പാമ്പിൻ്റെ മാറ്റിംഗ് തുടങ്ങുന്നത് കൊണ്ട് ഈ ഒരു ഫീമെയിലുള്ള സ്ഥലങ്ങളിലേക്ക് അടുത്ത മാസം മുതൽ അങ്ങോട്ട് മെയിൽ പാമ്പുകൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും ഇവിടെ കഴിഞ്ഞ ആഴ്ച ഞാൻ അപ്പുറത്തൊരു വീട്ടിൽ വന്ന് വലയിൽ കുരുങ്ങിയത് എടുത്തതും മണ്ണിൽ തന്നെയാണ്. അതും ഫീമെയിലായിരുന്നു. ഇതും ഫീമെയിൽ തന്നെയാണ്. ഈ അതിഥിയെ നമ്മൾ എന്തായാലും ജാറിൽ ആക്കുന്നു. എന്തായാലും സ്നേക് മാസ്റ്റർ ടീമിൻ്റെ യാത്ര എത്തി നിൽക്കുന്നത് ഉള്ളൂരിനടുത്ത് പ്രശാന്ത് നഗർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ ഒരു മാഡത്തിൻ്റെ വീട്ടിൽ ലവ് ബേഴ്സിൻ്റെ കൂടിനകത്ത് ലവ് ബേഴ്സിനെ കഴിച്ചിട്ടൊരു പാമ്പിരിക്കുന്നു. എന്തായാലും നമുക്ക് നോക്കാം ആ അതിഥി ആരാണെന്ന്. നമുക്ക് ആ സ്ഥലത്തേക്ക് പോകാം. എന്തായാലും നമ്മുടെ ഇവിടുത്തെ അതിഥിയെ പിടികൂടി. മഞ്ഞച്ചേര എന്നറിയപ്പെടുന്ന അതിഥിയാണ്. 4 വയസ്സോളം മാത്രം ഇദ്ദേഹത്തിന് പ്രായം വരുന്നു. ഫീമെയിലാണ്. മാഡത്തിൻ്റെ വീട്ടിൽ ലവ് ബേഴ്സിൻ്റെ കൂടിനകത്ത് കയറി 2-3 ലവ് ബേഴ്സിനെ കഴിക്കുകയും എന്നിട്ട് അതിന് രക്ഷപ്പെടാൻ വേണ്ടി ആ ലവ് ബേഴ്സിനെ ഛർദ്ദിക്കുകയും ചെയ്തിട്ട് അദ്ദേഹം രക്ഷപ്പെടാൻ ശ്രമിച്ചു. രക്ഷപ്പെട്ടില്ല. ഒരു ലവ് ബേഴ്സ് മുട്ടയിടുന്ന മുട്ടയിടാനായി വെച്ചിരിക്കുന്ന ചട്ടിക്കകത്ത് കയറി ഒളിച്ചിരിക്കുകയായിരുന്നു. ഇന്ന് ഇതിനെ കണ്ടില്ലായിരുന്നെങ്കിലും നാളെ രാവിലെ വീണ്ടും ബാക്കിയുള്ള കിളികളെ ഉപദ്രവിച്ച് കൊന്ന് കഴിക്കുമായിരുന്നു. പക്ഷെ എന്തായാലും മാഡം തീറ്റിയിടാൻ പോയപ്പോൾ ശ്രദ്ധയിൽപ്പെട്ടു. ഉടനെ തന്നെ എന്നെ വിളിച്ചു. ഞാൻ വന്നു, പിടികൂടി. 4 വയസ്സ് പ്രായമുള്ള 5 അടിയോളം നീളമുള്ള മഞ്ഞച്ചേര എന്നറിയപ്പെടുന്ന റാറ്റ് സ്നേക്ക് എന്നറിയപ്പെടുന്ന അതിഥിയാണ്. ഇനി ഇത് കണ്ടിട്ട് ചിലപ്പോൾ ആൾക്കാർ പറയും ഇനി ലവ് ബേഴ്സ് വെക്കുന്നതുകൊണ്ടാണ് പാമ്പ് വരുന്നത്. ശുദ്ധ മണ്ടത്തരമാണ്. ലവ് ബേഴ്സിനെയൊക്കെ കൂടുതൽ അബദ്ധവശാൽ വന്ന് ഇവ കയറി വരുന്നതാണ് ഭക്ഷണം തേടി. പേടിക്കേണ്ടതില്ല. കിളി വളർത്തിയെന്ന് പറഞ്ഞാൽ പാമ്പ് വരാനൊന്നും പോകുന്നില്ല. ഇതൊക്കെ ഒരു 1000-ൽ1 ചാൻസ് മാത്രമാണ് ലവ് ബേഴ്സിൻ്റെ കൂടിലും മറ്റ് പക്ഷിക്കൂടിലൊക്കെ പാമ്പുകൾ വന്ന് കയറുന്നതെന്ന് അറിഞ്ഞു വെക്കുക. കടിച്ചാൽ തന്നെ അപകടമില്ല. നോൺ വെനമസ് ആണ് മഞ്ഞച്ചേര എന്നറിയപ്പെടുന്ന ഈ അതിഥി. എന്തായാലും നമുക്ക് ഈ അമ്മയോട് ഈ അതിഥിയെ ചാക്കിലാക്കി അല്ലെങ്കിൽ കൂട്ടിലാക്കി ഈ അമ്മയോട് യാത്ര പറയേണ്ട സമയമായി. അതിഥിയെ
കൂട്ടിലാക്കി ഇവിടുത്തെ ദൗത്യം കഴിഞ്ഞ് അടുത്ത സ്ഥലത്തേക്ക് ഇതേപോലൊരു അതിഥി ലവ് ബേഡ്സിൻ്റെ കൂടുതൽ ഈ പക്ഷി കുഞ്ഞുങ്ങളെ ഭക്ഷിച്ചിട്ട് വെയിറ്റ് ചെയ്യുന്നു. അടുത്ത് തന്നെയാണ്, ഒരു 10 കിലോമീറ്റർ അപ്പുറത്താണ്. ഇവിടുത്തെ ലവ് ബേഡ്സിൻ്റെ കൂട്ടിനകത്ത് ഒരു അതിഥി കടന്നിരിക്കുന്നു. ലവ് ബേഡ്സിൻ്റെ കൂട്ടിനകത്ത് ലവ് ബേഡ്സിനെ പിടിച്ചു, എന്നിട്ട് അതിനെ ആ ലവ് ബേഡ്സിനെ വയറ്റിലാക്കിയിട്ട് അവിടെ റെസ്റ്റ് എടുക്കുന്നു എന്ന് പറയും. എന്തായാലും നമ്മൾ ആ സ്ഥലത്തെത്തി, സമയം കളയുന്നില്ല. നമുക്ക് ആ ലവ് ബേഡ്സിൻ്റെ കൂട്ടിക്കുന്ന ഭാഗത്തേക്ക് പോകാം, നോക്കാം ആരാണ് അതിഥി. എന്തായാലും നമ്മൾ ഈ സ്ഥലത്ത് കുറച്ച് നേരത്തെ എന്നെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞ ഒരു വെറൈറ്റി എന്നാണ്, വെറൈറ്റി സാധനമാണെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ അപ്പോഴേ പറഞ്ഞ് ചേരയാണ്. പക്ഷേ ഇതിൽ നമ്മളെ പ്രേക്ഷകർ കാണുമ്പോൾ ഈ കൂട്ടിലേക്ക് കടക്കാനായിട്ട് ഒരു സാധ്യതയുമില്ല ഈ ചേരയ്ക്ക്. പക്ഷേ അവന് ഇതിനകത്ത് കടന്നു. 2-3 പാവം കിളിക്കുഞ്ഞുങ്ങളുണ്ടായിരുന്നു, അതിനെ ഭക്ഷിച്ചു. അതിനുശേഷം അതിനെ ഒമക്റ്റ് ചെയ്തു. നമ്മളെന്തായാലും ഈ അതിഥിയെ കണ്ടു. ഏകദേശം 5 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺ ചേരയാണ്. എന്തായാലും നമുക്ക് ഈ അതിഥിയെ നമുക്ക് പുറത്തേക്ക് എടുക്കാം. വിശ്വജി ഓക്കെ, ഈ അതിഥിയെ നമുക്ക് പുറത്തേക്ക് എടുക്കാം. ഈ അതിഥി ചേര, മഞ്ഞച്ചേര എന്നറിയപ്പെടുന്ന നമ്മുടെ കേരളത്തിലെ അപൂർവങ്ങളിലും എല്ലാ വീടുകളിലും കണ്ടുവരുന്ന അമ്മമാരുടെ കൂട്ടുകാരൻ എന്നറിയപ്പെടുന്ന ഒരു അതിഥിയാണ് ഇദ്ദേഹത്തിന് 5 വയസ്സോളം പ്രായം വരും. ഫീമെയിൽ പെൺ ചേരയാണ്. ഇദ്ദേഹത്തിൻ്റെ ഭക്ഷണം തന്നെ എലിയാണ്. പക്ഷേ ഇദ്ദേഹം ഇങ്ങനെയുള്ള കൂടുകളിലൊക്കെ കടന്നുപോയി ഈ കിളിക്കുഞ്ഞുങ്ങളൊക്കെ പിടിക്കുന്ന ഒരു വിനോദം കൂടി ഇദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭക്ഷണമാണ്. പക്ഷേ ഇനിയിപ്പോൾ ഇവിടെ വരുന്ന ആൾക്കാർ വേണമെങ്കിൽ അവിടെ പറഞ്ഞു കൊടുക്കും, ഇനി ലവ് ബേഡ്സ് ഒന്നും വാങ്ങി വെക്കരുത്, വീണ്ടും ചേര വരും, പാമ്പ് വരും എന്നൊക്കെ പറഞ്ഞു കൊടുക്കും. അതൊക്കെ മണ്ടത്തരമാണ്. ഈ കിളിക്കൂട്ടിൽ നിന്ന് വീഴുന്ന അതിൻ്റെ ഭക്ഷണത്തിൻ്റെ വേസ്റ്റ് കഴിക്കാനായി എലി വരുമ്പോൾ ആ എലിയുടെ യൂറിൻ്റെ ഗന്ധം നാക്കിലേക്ക് സെൻസ് ചെയ്ത് ആ ഭാഗത്തേക്ക് എത്തുകയാണ് ചേരകളുടെ ഒരു വിനോദം. ഇത് ഏകദേശം 5 അടിയോളം നീളമുള്ള ഒരു പെൺചേര. ഇദ്ദേഹത്തിന് ഏകദേശം 5 വയസ്സിനടുത്ത് മാത്രമേ പ്രായമുള്ളൂ. ചെറിയ ചേര, അത്ര വലുതൊന്നുമില്ല. പക്ഷേ കടിക്കുന്നു, ചേര നന്നായിട്ട് കടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വേറെ അലർജി ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. മുറിവുണ്ടാകും. കടിച്ച് ചേരയുടെ കടിയേറ്റ് മുറിഞ്ഞാൽ ഏതെങ്കിലും ഡെറ്റോളോ കാരാംശമോ സോപ്പോ വെച്ച് മുറിവ് നന്നായിട്ട് കഴുകി കളയുക. പിന്നെ മറ്റ് പാമ്പുകളെ അപേക്ഷിച്ച് ഒരു പ്രത്യേകത, ചേരയെ പിടിക്കുമ്പോൾ ചേരകളുടെ ചേര പാസ് ചെയ്യാറുണ്ട്. ആ മോഷൻ നമ്മുടെ കയ്യിലേക്ക് ആയി കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും സോപ്പിട്ട് കഴിയാലൊന്നും പോകാത്ത അത്രയും മണമാണ് നമ്മുടെ കയ്യിലേക്ക് അതിൽ നിന്ന് അനുഭവപ്പെടുന്നത്. എന്തായാലും നമുക്ക് ഈ അതിഥിയെ ജാറിലാക്കാം, അല്ലെങ്കിൽ കവറിലാക്കാം. എന്നിട്ട് നമ്മുടെ ഇവിടുത്തെ ദൗത്യം കഴിഞ്ഞു. അദ്ദേഹത്തിനെ കവറിലാക്കി കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ഇവിടെ നിന്ന് ഈ വീട്ടുകാരോട് യാത്ര പറഞ്ഞ് അടുത്ത സ്ഥലത്തേക്ക്, അടുത്ത അതിഥിക്കായി യാത്ര പറയുന്നതിന് മുന്നേ കുറച്ച് പേര് കൂടി വീട്ടിന് പുറത്ത് പറമ്പിൽ റോഡിലേക്ക്, അല്ലെങ്കിൽ വീടിൻ്റെ മുന്നിൽ റോഡിൽ കാത്തു നിൽക്കുന്ന ഈ അതിഥിയെ കാണാനായി നമുക്ക് അവരെ കൂടി ഈ അതിഥി ഒന്ന് പരിചയപ്പെടുത്തിയതിന് ശേഷം നമുക്ക് ഈ അതിഥിയെ ചാക്കിലാക്കാം. പാമ്പുകളെ കണ്ടാൽ നിങ്ങളും വാവാ സുരേഷിനെ വിളിക്കും. വിളിക്കേണ്ട നമ്പർ 9387979441.